കർണാടകയിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇനി. ഭാര്യയെ കൊന്ന് തല വെട്ടിയെടുത്ത് സ്കൂട്ടറിൽ സഞ്ചരിച്ച ഭർത്താവ് പോലീസ് പിടിയിലായി. കർണാടകയിലെ ചന്ദാപൂരിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത്. ഹെബ്ബഗുഡി സ്വദേശി മാനസയെ കൊന്ന കേസിൽ ഭർത്താവ് ശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയിലുള്ള സംശയമാണ് ഭർത്താവ് ഇത്ര വലിയ ഒരു അധമകൃത്യം നടത്താൻ കാരണമായത്. രക്തം പുരണ്ട ഷർട്ട് ധരിച്ച ഒരാൾ രാത്രി സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സംഭവം എന്താണെന്നറിയാൻ ഇയാളോട് സ്കൂട്ടർ നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടു. സ്കൂട്ടർ നിർത്തിയപ്പോഴാണ് ഫുട്ബോർഡിൽ സ്ത്രീയുടെ തല വച്ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചോദ്യം ചെയ്തപ്പോൾ തല തന്റെ ഭാര്യയുടേതാണെന്നും താൻ കൊന്നതാണെന്നും ശങ്കർ സമ്മതിച്ചു. ഉടൻ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഭാര്യ 26-കാരിയായ മാനസയെയാണ് ശങ്കർ കൊലപ്പെടുത്തിയത്. ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. മഴ ഉപയോഗിച്ചാണ് യുവതിയുടെ കഴുത്തിൽ വെട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. 5 വർഷങ്ങൾക്ക് മുൻപാണ് ശങ്കറും മാനസയും വിവാഹിതരാകുന്നത്. ഇവർക്ക് 3 വയസ്സുള്ള മകളുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലായിരുന്നു ഇരുവർക്കും ജോലി. 1 മാസം മുൻപ് ഇവർ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഭാര്യ മറ്റൊരു യുവാവുമായി പ്രണയത്തിലാണെന്ന് സംശയം തോന്നിയ ശങ്കർ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ തുടർന്ന് മാനസ ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറി. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നും പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഭാര്യയെ മടക്കിക്കൊണ്ടുവന്നത്. അതിനിടെ ഇവർ തമ്മിലുള്ള വഴക്ക് രൂക്ഷമാവുകയും മാനസയെ വെട്ടിക്കൊല്ലുകയുമായിരുന്നു. ന്യൂസ് 18 ബംഗളൂരു. തൃശൂർ പടിയൂരിൽ